ഹലോ ഗായ്സ്, ഗുഡ് മോർണിംഗ്. ഇന്ന് ചിങ്ങ 1 നമ്മുടെ ഓണം വരാറായി. രാവിലെ കഴിച്ച ആരൊക്കെ അമ്പലത്തിൽ പോയാന്ന് കമൻറ്റ് ചെയ്യണേ. ഞാൻ രാവിലെ എണീറ്റ് ഞാനും ഹസ്ബൻഡും കൂടെ അമ്പലത്തിൽ പോയി. എന്നിട്ട് അവിടെ ഇന്ത്യൻ കോഫി ഹൗസിൽ നിന്ന് നെയ് റോസ്റ്റൊക്കെ കഴിച്ചിട്ട് വീട്ടിൽ വന്നു. പിള്ളേർ വന്നില്ല, പിള്ളേർ ഉറക്കമായിരുന്നു. അതുകൊണ്ട് വീട്ടിൽ വന്നിട്ട് ഇതാ ചായ ഇട്ട് കുടിച്ചു. ഞാൻ പുറത്തുനിന്ന് ചായ ഇട്ട് അങ്ങനെ കുടിക്കാറില്ല, പുറത്തുള്ള ചായ മാക്സിമം വീട്ടിലുണ്ടാക്കുന്ന ചായ പ്രിഫർ ചെയ്യാറ്. അപ്പം വീട്ടിൽ വന്നിട്ട് ചായ ഇട്ട് കുടിച്ചു. എനിക്ക് ചായ ഇട്ട് കുടിച്ചില്ലെങ്കിൽ ഭയങ്കര ടയേർഡായിട്ട് ഫീൽ ചെയ്യും. ടീ അഡിക്ഷൻ നിർത്തണമെന്നുണ്ട്, പക്ഷെ എന്നെക്കൊണ്ട് പറ്റുന്നില്ല. ചിലപ്പോൾ ചായ കുടിച്ചില്ലെങ്കിൽ തലവേദന എടുക്കും, ടയേർഡായിട്ട് ഫീൽ ആവും, ലേസി ആയിട്ട് ഫീൽ ആവും. അതുകൊണ്ട് പിന്നെ അങ്ങ് ചായ കുടിച്ചേ പറ്റൂ എനിക്ക്. അങ്ങനെ ചായ കുടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് ചിങ്ങം 1 അതുകൊണ്ട് പുറത്തു നിന്നൊന്നും മേടിക്കണ്ട, വീട്ടിൽ എന്തെങ്കിലും ഉണ്ടാക്കാമെന്ന് വിചാരിക്കുന്നു. പക്ഷെ ചിങ്ങം 1 ഭയങ്കര മടി പിടിച്ചിരിക്കുക കേട്ടോ. രാവിലെ അമ്പലത്തൊക്കെ പോയിട്ട് വന്നിട്ട് നീ ഒന്നും ചെയ്യാൻ വയ്യ, മിണ്ടാതിരുന്നാൽ മതി എന്ന് തോന്നുന്നു, പക്ഷെ പറ്റൂല. ലഞ്ച് ഉണ്ടാക്കണം, ചോറ് അടുപ്പത്തി വെച്ചിരിക്കുക. ഇനി ഒരു പരിപ്പുണ്ടാക്കി, പപ്പടം ഉണ്ടാക്കി, ഇഞ്ചിക്കറി ഉണ്ടാക്കണം, പിന്നെ സേമിയ പായസം ഉണ്ടാക്കണം. ഇതാണ് ഇന്നത്തെ ലഞ്ച് മെനു. ഉണ്ടാക്കി കഴിഞ്ഞിട്ട് കാണിച്ചു തരാം. അത് കഴിഞ്ഞിട്ട് അമ്പലത്തിൽ പോയപ്പോഴല്ലേ ദാണ്ടേ ഈ മോതിരം ആർക്കൊക്കെ അറിയാം? ഒരു മിനിറ്റ്. ഈ മോതിരം അറിയോ? ഇത് പഞ്ചലോകം മോതിരം എന്ന് പറഞ്ഞിട്ട് അമ്പലനടയിലൊക്കെ ഇങ്ങനെ വിൽക്കാൻ വെച്ചിരിക്കും. 50 രൂപ കേട്ടോ. പണ്ടൊക്കെ ഞാൻ 10 രൂപയ്ക്ക് മേടിച്ചുകൊണ്ടിരുന്നത്. ഞാൻ കുഞ്ഞായിരിക്കുമ്പം കയ്യിൽ കുറേ ഇട്ടിട്ടുണ്ട്. അമ്മ ഇട്ട് തരും. ഒന്നും കണ്ട് പേടിക്കാതിരിക്കാൻ, നെഗറ്റീവ് എനർജി അടുത്ത് വരാതിരിക്കാൻ വേണ്ടിയിട്ട് ഇത് ഇടും. പഞ്ചലോഹ മോതിരം എന്ന് പറയുന്നത് 2 മേടിച്ചു. ഒന്ന് ഞാനും വിരളി ഇട്ടിട്ട് ഒന്ന് ഹസ്ബൻഡിനും ഇട്ട് കൊടുത്തു. പക്ഷെ എനിക്ക് തീരെ വലുതായിപ്പോയി. ഈ വിരലിലാണ് കയറുന്നത്, എന്നാലും ലൂസാണ്. കുഴപ്പമില്ല. അപ്പം ശരി, എന്നാൽ ലഞ്ചൊക്കെ ഉണ്ടാക്കിയിട്ട് കാണാമേ. ബായ്.